ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ഗവേഷണത്തിനും നവീകരണത്തിനുമുള്ള വിഭവങ്ങളുടെ വിനിയോഗം ശാസ്ത്രീയമായി നിരീക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ ശുപാർശ പ്രകാരം രൂപീകരിച്ച അനുസന്ധാൻ ദേശീയ ഗവേഷക ഫൌണ്ടേഷന്റെ ആദ്യ ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് നാളെ ഗ്രേറ്റർ നോയിഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. അർദ്ധചാലക രംഗത്തെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ മേള സംഘടിപ്പിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സ്ഥാപക ദിനാഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായിൽ നിന്ന് കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം സ്വീകരിച്ചു. രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന 2030ഓടെ പ്രതിവർഷം 1 കോടിയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇതിലൂടെ 5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ 64ാമത് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ഓണത്തിനൊരുമുറം പച്ചക്കറി. കേരളത്തിൽ കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. സംസ്ഥാനത്ത് 2000 കർഷക ചന്തകളാണ് നാളെ മുതൽ ഈ മാസം 14 വരെ പ്രവർത്തിക്കുക. സപ്ലൈകോ ഓണം ഫെയറുകളും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രവർത്തനമാരംഭിച്ചു. ഇത്തവണത്തെ ഓണം വിപണന മേളയിലൂടെ 30 കോടിയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓണം വിപണന മേള പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്താകെ 2154 ഓണം മേളകളാണ് കുടുംബശ്രീ ആരംഭിച്ചത്. വയനാട്ടിലെ സിക്കിൾ സെൽ രോഗികൾക്ക് പ്രത്യേക ഓണക്കിറ്റ് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ നൽകിവരുന്ന ന്യൂട്രീഷൻ കിറ്റ് കൂടാതെയാണ് ഓണക്കിറ്റ് നൽകുന്നത്. ഓണത്തോടനുബന്ധിച്ച് പരമ്പരാഗത മേഖലയിലെ 9 ലക്ഷത്തോളം തൊഴിലാളികൾക്കായി 45 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലേക്കായാണ് തുക ലഭ്യമാക്കിയത്. പാരീസ് പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് തിരികെ എത്തിയ ഇന്ത്യൻ സംഘത്തെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആദരിച്ചു. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മെഡൽ ജേതാക്കൾക്ക് ക്യാഷ് അവാർഡുകൾ കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ 9ാം ദിവസത്തെ ആദ്യ കളിയിൽ ആലപ്പി റിപ്പിൾസിനെതിരെ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് 2 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടിയപ്പോൾ ആലപ്പുഴയ്ക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന ധനവകുപ്പ് സംഘടിപ്പിക്കുന്ന ഏകദിന കോൺക്ലേവ് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി കെ എൻ ബാലഗോപാൽ വിഷയം അവതരിപ്പിക്കും. സാമ്പത്തിക വികസന വിഷയങ്ങളിലെ വിദഗ്ധർ പങ്കെടുക്കും. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിൽ പല ഘട്ടങ്ങളിലായി എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ക്യാമ്പയിന്റെ തിരുവനന്തപുരം ജില്ലാതല നിർവഹണ സമിതി യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ആയ ശേഷവും ബന്ധുക്കൾ ഏറ്റെടുക്കാനില്ലാത്ത നിരാലംബരായ 12 പേരെ പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു പങ്കെടുത്തു. കെഎസ്ആർടിസിക്ക് സംസ്ഥാന സർക്കാർ 74.2 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. വായ്പകളുടെ തിരിച്ചടവിനായാണ് തുക ലഭ്യമാക്കിയത്. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അടുത്ത ദിവസം തന്നെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് സമർപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ബില്ലിലെ വ്യവസ്ഥകൾ വഖഫ് സ്ഥാപനങ്ങളെയും അവയുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെയും എങ്ങനെ ബാധിക്കും എന്നത് സംബന്ധിച്ച അഭിപ്രായം ക്രോഡീകരിക്കാൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക വരാതെ നൽകുന്നതിന് നടപടി കൈക്കൊണ്ടതായി മന്ത്രി ഒ ആർ കേളു. പട്ടികജാതി വികസന വകുപ്പിന്റെ കൊല്ലം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു. എക്സൈസ് വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി എം ബി രാജേഷ്. പത്തനംതിട്ടയിൽ എക്സൈസ് വകുപ്പ് പുതുതായി വാങ്ങിയ എക്സൈസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കൊളത്തറ ചെറിയമാട് മാട്ടുമ്മൽ എന്ന സ്ഥലത്ത് ചാലിയാർ പുഴയിൽ തോണിയിൽ അപകടത്തിൽപ്പെട്ട ഒരാൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. 4 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ആൾക്കായി തെരച്ചിൽ നടത്തുന്നു. വിമുക്ത ഭടന്മാരുടെ ബോധവൽക്കരണ പരിപാടികൾക്ക് വേണ്ടി നിർമ്മിച്ച വിമുക്ത ഭട ഭവൻ കെട്ടിടങ്ങളുടെ നികുതി സംസ്ഥാനതലത്തിൽ പുനർനിർണയിച്ചതായി മന്ത്രി എം ബി രാജേഷ്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.